ജോബ് സ്പോട്ടിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ 139 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് വളരെ മികച്ചൊരവസരമാണിത്. ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സ്റ്റൈഫൻഡ്, ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. 12 ആഗസ്റ്റ് 2026 നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ, ഡിപ്ലോമ, അപ്രന്റീസ് വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. കേരളത്തിലുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. 12/8/2026 മുതൽ 1/9/2026 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണ്. ഇതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, സിവിൽ എഞ്ചിനീയറിംഗ് 6, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4, മറൈൻ എഞ്ചിനീയറിംഗ് 4, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 4. ടോട്ടൽ 61 വേക്കൻസിയാണ് ഇതിലുള്ളത്. സ്റ്റൈഫൻഡ് വരുന്നത് 15,000 രൂപയാണ്. കാറ്റഗറി 2 ടെക്നീഷ്യൻ, ഡിപ്ലോമ, അപ്രന്റീസ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണിത്. ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 23, ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് 8, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി 4, സിവിൽ എഞ്ചിനീയറിംഗ് 13, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 5, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 10. ടോട്ടൽ 78 വേക്കൻസിയാണുള്ളത്. ഇതിന്റെ സ്റ്റൈഫൻഡ് പറയുന്നത് 13,000 രൂപയാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിഭാഗത്തിലേക്ക് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഡിഗ്രി നേടിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ടെക്നിക്കൽ അപ്രന്റീസ് വിഭാഗത്തിലേക്ക് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ നേടിയവർക്ക് അപേക്ഷിക്കാം. എന്നാൽ 2022, 2023, 2024, 2025, 2026 ഈ ഇയേഴ്സിൽ പാസ് ഔട്ട് ആയവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പ്രായപരിധി പറയുന്നത് സെപ്റ്റംബർ 1 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. റിസർവേഷൻ പറയുന്നുണ്ട്. SC, ST, OBC, PWBD കാറ്റഗറീസിന് നിയമാനുസൃതമായിട്ടുള്ള റിസർവേഷൻ ലഭിക്കുന്നതാണ്. 1 ഇയർ അപ്രന്റീഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സെലക്ഷൻ വരുന്നത് കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻസിന് ലഭിച്ചിട്ടുള്ള പെർസെന്റേജ് ഓഫ് മാർക്ക് അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. മാർക്ക് കൂടുതലുള്ളവരെയാണ് പരിഗണിക്കുക എന്നർത്ഥം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇതിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. nats.education.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർ നാറ്റ്സിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റുഡന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന എൻറോൾമെന്റ് നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യണം. ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് സെർച്ച് ചെയ്ത് അപ്ലൈ എഗനിസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസീസ് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട രീതി കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസുകൾ ഇമെയിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും ഇൻഫോം ചെയ്യുന്നുണ്ടാവുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2026 ആഗസ്റ്റ് 12 ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 2026 സെപ്റ്റംബർ 1. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി തന്നെ വായിച്ചു നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.
ഇത്തരം ജോബ് അപ്ഡേറ്റ്സിനായി SB ജോബ് സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.